ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്, ഒരു കിഡിലൻ ചാലഞ്ച്, ഒരു വെറൈറ്റി ചാലഞ്ച്. എനിക്കറിയത്തില്ല, സൗണ്ട് പൊട്ടനെ പോലെ കുറച്ച് സെന്റർ സീഡ് തൊലി ഈറ്റിംഗ് ചാലഞ്ച്. ഒരു ഫ്രൂട്ടിന് നമ്മൾ 3 ആയിട്ട് തിരിക്കും. തൊലി, പിന്നെ അകത്തുള്ള സാധനം, പിന്നെ കുരു. ഇതിൽ നീ കുരു കഴിക്കും, അവൻ തൊലി കഴിക്കും. ഇവരില്ലേ ഒരു ചാലഞ്ചിന്റെ ഫസ്റ്റ് ഡിസൈഡ് ചെയ്താൽ ഞാൻ എന്തൊരു തിന്നുമെന്ന്, എന്നിട്ട് എനിക്ക് അത് തന്നെ കിട്ടും. അത് പ്രെഡിക്റ്റബിൾ ആണ് ഇല്ലേ അനുജ? അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ സെന്റർ കഴിക്കും, അനുജ തൊലി കഴിക്കും അല്ലേ? അപ്പൊ ഞാൻ ആ സീഡ് എന്നിട്ട് ഞാൻ മരം പോലെ വളരട്ടെ. പണ്ടായി സാറേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിത്തൊക്കെ കഴിക്കുമ്പോ അകത്ത് ചെടി വളരുമെന്ന്. അത് പണ്ട് ഞാനും മേടിച്ചിട്ടുണ്ട്. ഈ ആപ്പിളൊക്കെ കഴിക്കുമ്പോ ഒന്നും തിന്നത്തില്ല. എന്ത് ഞാനും പേടിച്ചിട്ടുണ്ടോ? ചലഞ്ചിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ കണ്ണടച്ചിരിക്കാം. കണ്ണോപ്പൺ. എന്തൊരു വലിയ പ്രകാശം. നീയാണ് ഐശ്വര്യം. പ്രാർത്ഥിക്കാനും പറഞ്ഞായി. തുടക്കം നല്ലത് കിട്ടിയാ എടുക്കൊന്ന്, എന്നിട്ട് വേണം എനിക്ക് ചാടി തൊടാൻ. നീ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് എടുക്കാൻ. നീയത്തേക്ക് വിട്ടുകൊടുക്കണമെന്നല്ലേ എല്ലാവരും പറയുന്നത്. ആ എങ്കിൽ ശരി. എന്തോ അങ്ങനെ ഒരു എനിക്ക് അങ്ങ് എത്താത്ത രീതിയിൽ കുരുവിള മിണ്ടാതിരിക്കുന്നു. എന്ത് പറ്റി കുരുവിള? ആണ്ടവ ആപ്പിൾ മരം വളർന്നു വയറ്റി. ആപ്പിളെങ്കിലും തൊലിയിൽ അരിഞ്ഞ വച്ചിരുന്നെങ്കിൽ ഒരു പോട്ടി. ഇതെന്താ ചലഞ്ച് ഇനി വന്നോണ്ടിരിക്കും, നീ തിന്നണം. ഒരു ഫ്രൂട്ട് വളരുന്നത് കുരുവിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കുരുവിൽ നിന്ന് തുടങ്ങി സെന്റർ ഫ്രൂട്ടിൽ നിന്ന് നമ്മൾ നേരെ തൊലിയിലോട്ട് കിടക്കാം. ഓക്കെ, 5 മരം വളർന്നു കിട്ടും നമുക്ക്. കടിക്കാണോ? കടിക്കാൻ പറ്റുന്നില്ലേ? വിഴുങ്ങിവിടടാ. ചെറിയ സാധനം കഴിക്കുമ്പോ ടേസ്റ്റ് ഇല്ലാതെ കഴിക്കില്ല. അതുപോലെ ഒരു മരുന്ന് പോലെ ഇരിക്കും. ഇതേതൊരു ടേസ്റ്റ് തന്നെ. ഒരു ഈർക്കിൽ ചെറുതായിട്ട് എടുത്ത് വായിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇവ ഈർക്കിൽ തിന്നിട്ടുണ്ട്. ആപ്പിൾ 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 റെഡ് ആപ്പിൾ. തൊലി കുറച്ച് ആപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ തൊലി കണക്കിരി ഒരു പേപ്പർ കഴിക്കുന്നതാണ് കൊണ്ട് ടേസ്റ്റ് ഉണ്ട്. ആപ്പിളിന്റെ ടേസ്റ്റ്. പിന്നെ ആപ്പിളിന്റെ തൊലിക്ക് ആപ്പിളിന്റെ ടേസ്റ്റ് ഇല്ലാതെ പിന്നെ മാങ്ങ. അടുത്ത സാധനം പോരട്ട്. ആപ്പിളിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. നിങ്ങളല്ലേ പറഞ്ഞ ആദ്യം വിത്തോട്ട് കഴിക്കണമെന്ന്. വിത്തോട്ട് കഴി. ഞാൻ കഴിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൊലിഞ്ഞ ജീവിതമായി പോയില്ല. മനുഷ്യൻ തിന്നേ പറ്റും. നിനക്ക് പിന്നെയും കുഴപ്പമില്ല, എന്തെങ്കിലും ചൊവ്വയെങ്കിലും ഇത് എന്താ കറുത്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യനല്ലാതെ ഒരാൾ കഴിക്കാൻ പോകും. അതിപ്പോ എങ്ങനെ ചവച്ച് തിന്നു? സത്യം പറഞ്ഞ തിന്നാനുള്ള സാധനമാണ്. തിന്നല്ലോ. പ്ലേറ്റ് കാലിയാക്കി വെച്ചിരിക്കുന്നോണ്ട് പിന്നെ സീനില്ല അവിടെ. കഴിക്കുന്ന ഓസ്കാർ പോകും ഈ ചാനലിൽ. എന്റെ ഒരു നിഗമനം പറയുന്നത് ഞാൻ എടുത്തിട്ട് പോടാ. ഇത് അതെടുത്ത് പൊക്കി നോക്കണം. അയ്യോ ഞാൻ ഒന്നും ചെയ്യാതിരുന്ന് എനിക്ക് കിട്ടി. കൈപുണ്യം. കുരുസാർ തുടങ്ങും. അതിനുള്ള കുരുവെല്ലാം കഴിച്ച് മൂലക്കുരു വരുമെന്നാണ്. ചവച്ച് കഴിക്കുന്നു. എനിക്ക് വേറെ വല്ല അസുഖം, ഒരു ടേസ്റ്റ് എടുക്കില്ല. അപ്പൊ നമുക്ക് ഇത്ര എക്സ്പ്രഷൻ ഇടുന്നത്
ഓ മൈക്കായിരുന്നു അവിടെ. ഞാൻ ചാനി അമല ഷാജിനെ തോപ്പിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അവള്. അമല ഷാജി ഇല്ല, നീരുട്ടി. റെസ്പെക്ട് ഉണ്ടായിരിക്കും പിള്ളേരെ. ആ എന്ത് തൊലിയാ പച്ച തിന്നെ ടേസ്റ്റ് ഉണ്ടാ? അല്ല ആ വെള്ള കളർ സാധനം വെള്ളം പോലെ ഇരിക്കും കഴിക്കുമ്പോ. ഈ ചലഞ്ഞെടുക്കുമ്പോ ഞാൻ ആദ്യം ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചപ്പോ ഞാൻ വെച്ച് പോകുന്നു പറയാം ഫ്രൂട്ട് കഴിക്കാൻ. എന്റെ ലൈഫ് മുഴുവൻ കഴിഞ്ഞ ജീവനാണ്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെയാണ്. നിങ്ങൾ എന്ത് തിന്നണ്? അപ്പൊ നേരത്തെ നീ അവന്റെ അടുത്ത് കഴിച്ചത് ബ്ലഡ് കൂടെ. ഇത് എനർജി കൂടാൻ ബുദ്ധി കൂടാൻ. കൂടത്തില്ലടാ, അത് നിനക്ക് ബ്രെയിൻ ഇല്ലല്ലോടാ. ആ സത്യം ഇപ്പൊ എല്ലാരും അറിയും. അവന് നീ എന്ത് ഞാനെടുക്കുന്നില്ല, നേരത്തെ എടുത്തതിന്റെ ക്ഷീണം തീർന്നില്ല. ഞാൻ എടുക്കില്ല, നീ ലാസ്റ്റ് എടുത്ത്, നീ ഫസ്റ്റ് എടുക്കും. അത്തള പുത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂടി ഫൂ 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 ഫൂ. നമുക്ക് വെക്കാടാ അഭി എടുക്കടാ. എനിക്ക് സഹോദരങ്ങളുടെ സ്നേഹമല്ല. തൊലിയായിരിക്കരുത്. എന്റെ ഇത്ര എന്തോ ഒരു ക്ഷീണം പോലെ തല കറക്കാം. കുറച്ചു നേരം ഞാൻ കിടക്കട്ടെ. നീ കഴി. ഓ കഴിച്ചിട്ട് നീ പ്ലേറ്റ് ബാക്കി വെക്ക്. പ്ലേറ്റും കഴിക്കാനാ. ആ കൊത്തയുടെ റിവ്യൂ വരുന്നുണ്ട്. ഓ നല്ല സൗണ്ട്. ഇതെന്ത് വിറക്? ഓ വിറക് അപ്പൊ കഴിക്കാൻ ഇഷ്ടമുണ്ട് കേട്ടാ. ഇതെന്ത് വിറക്? നീ ആദിവാസിയാ. അവൻ കഴിക്കാതെ നീ കഴിക്കരുത്. അതുവരെ ഇരിക്കണം അങ്ങനെ. ആ കഴിച്ചിട്ട് നീ പോയാ മതി. അതിനിപ്പോ വാള് വെച്ച അപ്പുറത്ത് ഇങ്ങനെ പോക്കറ്റ് നിറച്ചാൽ ഓക്കെ. അവന്റെ റിവ്യൂ കഴിഞ്ഞു. അടുത്ത് എന്താ പറയാ? ഇതാണ് സാധനം. പെട്ടെന്ന് ഞാൻ വായിൽ ഒരു രണ്ട് ചളുവായിരിക്കും. നമ്മൾ ഈ മണപ്പിക്കുന്നതും കഴിക്കുന്നതും ഒരേ തുല്യാണ്. ഞാൻ പിന്നെ കുപ്പേന്ന് ഇവിടെ ഇരുന്ന് ഇവർ ഇതൊക്കെ കഴിക്കണം. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും പോയി വാ കഴിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും പറ്റുന്ന വരുന്നേ. നമുക്ക് കിടക്കാം അടുത്ത ചലഞ്ചിന് വേണ്ടി. ഞാൻ ലാസ്റ്റ് എടുക്കാം. ടെൻഷൻ ആവുന്നു. എടുക്കുന്നുണ്ടോ ഇല്ലയോ? അഭി എടുക്കടാ. അത് എങ്ങനെ പേടിച്ച ഇത് അകത്തുള്ള നടുക്ക് ഇങ്ങനെ അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള പശു വീണ്ടും മറ്റേ തൊലികൾ കഴിക്കാൻ പോകും. അങ്ങനത്തെ തൊലി എന്തോ ഇഷ്ടമുണ്ട്. പുറത്ത് സത്യം പറഞ്ഞോ. അഭിനയിക്കാതെ അത് ഫ്രൂട്ട് തന്നെ. എക്സ്പ്രസ് ഇടാതെ. പൈനാപ്പിൾ സോഫ്റ്റ്, അതിനോട് ഹാർഡ് സാധനം. ഞാൻ എക്സ്പ്രഷൻ നോക്കിയിരിക്കുന്നു. ഇനിയാണ് നമ്മളെല്ലാരും കാത്തിരുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. കട്ടിയാനെ ഭയങ്കരമാണ്. എങ്ങനെയാ കടിച്ചിരുന്നത്? കടി ധൈര്യമായിട്ട് കഴി. ഞാൻ ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ. അപ്പൊ തിന്ന് ഒഴിഞ്ഞിടും. മാത്രം കൊള്ളാം. തൊലി നോക്കി കഴിഞ്ഞ് മുള്ളൊക്കെ എവിടെയെങ്കിലും കുത്തിയിരിക്കും. ഇല്ലടാ അതിൽ മുള്ളില്ല. ഞാൻ തൊലിമാൻ, അവൻ കുരുമാൻ. ഇപ്പൊ കറക്റ്റായില്ലേ? സമയക്കണക്കിന് ആലോചിച്ചോ. എടുക്ക. ഞാനല്ലേ തിന്നേണ്ട. ഇത് നിറയെ കുരുരിക്കണം. അപ്പൊ നിറയെ വരല്ലോ വളരെ. അത് ഭയങ്കര ഒരുമാതിരി
ഫെന്റാസ്റ്റിക് ആൻഡ് ഫെലാസ് മാർവെലസ് ജോർജിലസ്. ഇങ്ങനെ നീ ജോർജിലും പോ. എന്തോ ചാച്ചന്റെ മാനസികാവസ്ഥ നമുക്കൊന്നും അറിയാം. എന്തോ ചാച്ച എന്തെങ്കിലും പറയാനുണ്ടോ ഈ അവസരത്തിൽ? എനിക്ക് അടുത്ത ഫ്രൂട്ട് കിട്ടണമെന്ന് ഞാൻ താഴ്മയോട് ക്യാമറ അത്രേ ഉള്ളൂ. ആ തരികൾ തട്ടുന്നുണ്ട്, മുളയ്ക്കുന്നുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യണേ ഗൈസ്, ഈ വിത്ത് എന്തെങ്കിലും കഴിക്കുമ്പോ നമുക്ക് അകത്ത് എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ല. അത് അവർക്കും ഡൗട്ടായിരിക്കും. അറിയാന്നുള്ളവര് കമന്റ് ചെയ്യും ഗൈസ്. കിടക്കാം. എനർജി എല്ലാം പോടാ. അടിച്ചു വെച്ച് പെണ്ണു. ഇതിൽ അനന്തുചാന്റെ ഫസ്റ്റ് എടുക്കും. ഞങ്ങൾക്ക് ഒരു ഇതില്ല. അനന്തുചാന് നീ എടുത്താൽ അനന്തുചാ ഒരു ഫ്രൂട്ട് എടുത്ത് കാണണോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ആ ആഗ്രഹം പോയി. രണ്ടാമത്തെ റൗണ്ടിൽ നിന്ന് ആ ആഗ്രഹം പോയി. നീ എടുക്കടാ. എന്റെ നിബന്ധന നാളെ എടുക്കട്ടെ. തൊലിമോനെ എടുക്കും. ഞാൻ തന്നെ കഴിക്കണം. ഞങ്ങള് കോളേജിൽ മനസ്സിലാണ് ഈ ചാലഞ്ച് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിരുന്നു. പ്ലാൻ എന്നെ ഫുള്ള് ഈ ചാലഞ്ച് ചെയ്യണമെന്ന് ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല. കാരണം അന്തച്ചാന്റെ ആഗ്രഹം തൊലി തിന്നാനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചോറ് കഴിക്കുന്ന പോലെ കഴിക്കണം. സീരിയസ് ആണോ തിന്നു? അത് കഴിക്കുമ്പോ ആ തോട് കടിച്ചിട്ട് അതിന്റെ അകത്തൊരു സാധനം ഉണ്ട്, പച്ച കളറിൽ തിരിഞ്ഞിരിക്കും. പണ്ട് എന്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് പപ്പായ കഴിച്ചാൽ സ്കിന്നിന് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കോളേജ് വിട്ട് ഡെയിലി പപ്പായ കുടിക്കുവായിരുന്നു. എന്നിട്ട് എന്താ ഒരു മാറ്റം ഇല്ലല്ലോ? ഒരു മാറ്റവും ഇല്ല. എന്നെ ആരെ പണ്ട് പറ്റിച്ചു. പപ്പായ സ്കിന്നിന് നല്ലതാണ്. ഇല്ല. പക്ഷെ അതിന്റെ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട് പപ്പായ തൊലി തിന്നാലും പ്രോട്ടീൻ കിട്ടും. എന്നുവെച്ചാൽ പപ്പായ ഒട്ടും ഇഷ്ടമില്ലേ? എന്തോന്ന് മറ്റേ നമ്മുടെ കുഴപ്പമില്ല. പപ്പായ വലിയ സീനില്ല. അപ്പൊ ലാസ്റ്റ് റൗണ്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കി. വേണ്ടി ആദ്യം മനസ്സ് നിറയുന്നു. ഞാൻ ലാസ്റ്റ് എടുക്കാം. എനിക്കിവിടെ ടെമ്പ് കയറി ഇരിക്കുന്നു. എനിക്ക് തൊലി കിട്ടുമല്ലോ. ഇനിയിപ്പോ എനിക്ക് ഏതെടുത്താലും കുഴപ്പമില്ലടാ. ഈ റൗണ്ട് കൂടെ അന്തച്ചാൻ തൊലി ഇട്ടിരുന്നെങ്കിൽ അന്തച്ച ഞാൻ തൊലിയ അവൻ കുരുവേ ഓക്കെയാണ്. എന്താ അടഞ്ഞു പോയാ? ഇല്ല, ഇപ്പൊ സന്തോഷം തന്നെ തൊലി പോയാ. പിന്നെ തൊലി പോയി. ഇനിയിപ്പോ ഏതെടുത്താലും എനിക്ക് കുഴപ്പമില്ല. കപ്പപ്പഴത്തിന്റെ തൊലി എന്താ ഞാൻ പ്രാർത്ഥിച്ചോണ്ടാണ്. ഞങ്ങള് കപ്പപ്പഴം എന്നാണ് പറയുന്നത്. ഈ പഴത്തിന് കുരു ഇല്ല ഗൈസ്, അതുകൊണ്ട് അച്ഛന് കുരുവില്ല. അല്ലാതെ നോർമൽ പഴത്തിന് കുരു ഉണ്ട്. കുഴപ്പമില്ല. എന്താ രക്ഷപ്പെട്ടല്ലേ മോൻ? കഴിക്കും മോൻ. പഴം കഴിക്കും. പഴത്തിന്റെ തൊലി കഴിക്കും. ഇല്ല ഇല്ല, ഇതാണ് ലാസ്റ്റ് കഴിക്കണ്ടേ. കഴിക്കട്ടാ. പക്ഷെ ഈ പഴം എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്, കപ്പപ്പഴം. എന്തോ ചേട്ടന് വിഷമം ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാടാ. കടിച്ചു കഴിക്കണം. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറഞ്ഞുതരാം. ബർഗർ കഴിക്കുന്നവരെ കഴിക്കണം. തൊലി കഴിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? 8 റൗണ്ട് ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്ന് തൊലി കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ ഇരിക്കും? അന്തശാസന എന്തുകൊണ്ടാണ് ഈ പഴം കിട്ടാത്തെന്ന് വെച്ചാൽ അന്തശാസന ഒരു വാഴ ആയതുകൊണ്ട്. അപ്പൊ ഇവളൊരു പഴമായോണ്ടല്ലേ ഇവക്ക് പഴം കിട്ടിയത്. അപ്പൊ ഇവരാ തൊലിയായി. അപ്പൊ ഈ തൊലിയന്റെയും ഗുരുവിന്റെ വീഡിയോ പഴത്തിന്റെയും വീഡിയോ തൊലിയന്നു ഗുരുവിന് ലൈക്ക് ഇടൂ. ബൈ. പഴത്തിന് വലിയ ലൈക്ക് ഇടുക.